വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ വീണ്ടും മുകളിലോട്ട് റെസിസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു നല്ലൊരു വീഴ്ച എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തിട്ട് അത് കൃത്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത ലെവലിലേക്ക്, അതായത് ഈ ലെവലിൽ വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു ബെയറിഷ് ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തുനിന്നൊരു ചെറിയ സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ചും കൂടിയും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ രണ്ട് ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങിലും ക്ലോസിലുമാണ് ഒരു സപ്പോർട്ട് ഏരിയ വരച്ചിരിക്കുന്നത്. അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ പിന്നെ നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവലിനെയും വരച്ചിടുന്നുണ്ട്. വീണ്ടും കുറച്ചും കൂടി താഴോട്ടേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലുമാണ്. അങ്ങനെ 3 ലെവലുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒന്ന് ക്ലിയർ ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്യാം. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ളത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ ആണ്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്നൊരു ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം രാത്രി 11:30-ക്കാണ്. FOMC മീറ്റിംഗ് മിനിറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ് വരുന്നത്. FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആണ്. അത് റിപ്പോർട്ടായിട്ടാണ് വരുന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിന്റെ ഗതി നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 3241.739 ആൻഡ് 3261.421. ഇനി അതിന്റെ മുകളിലുള്ളത് 3288.010, അതുപോലെ 3307.002. അടുത്തത് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 3330,483 ആൻഡ് 3319.779, 3364.669 ആൻഡ് 3343.605. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസിന്റെ പ്രൈസ് റേഞ്ചുകൾ. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഉണ്ട്. അതിൽ ഒന്ന് രണ്ട് പ്രൈസ് റേഞ്ച് കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്തിടാം. അതിന്റെ ഇടയിലൊക്കെ ലെവലുകളുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ ലെവലുകളുണ്ട്. ഇതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് വിസിബിൾ ആവും. ഇവിടെ ഒരു ലെവലുണ്ട്. നമുക്ക് അതിന്റെ കൂടെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടാം. 3378.889 ആൻഡ് 3389.329. അതുപോലെ മുകളിലുള്ളത് 3404.5.391, അതുപോലെ 3426.271. ഇത്രയാണുള്ളത്. ഇനി താഴോട്ടേക്കും ഒന്ന് രണ്ട് സപ്പോർട്ട് ഏരിയയും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. താഴോട്ടുള്ള മറ്റൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ ലെവല്. ഈ ലെവലും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3194.981 ആൻഡ് 3216.263. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നലെ പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. റീടെസ്റ്റ് വന്നിരിക്കുന്ന 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ചെറിയൊരു കൺഫർമേഷൻ എടുക്കുന്നുണ്ട്.
മാർക്കറ്റ് അങ്ങനെ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള 1-2 ഏരിയ എന്ന് പറയുന്നത് ആദ്യം ഒരു FEG ആണ്. ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവലിന്റെ ഈ ഒരു ലെവലിൽ നമ്മളിപ്പോ ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ മാർക്കറ്റ് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു പക്ഷേ നല്ലൊരു റിയാക്ഷൻ കിട്ടാം. ചെറിയ ടൈം ഫ്രെയിമിലോ മറ്റൊക്കെ ഒരു അങ്ങനെയാണെങ്കിൽ കൺഫർമേഷൻ എടുത്തിട്ട് ഒരു ട്രേഡ് നോക്കാവുന്നതാണ്. എന്നാൽ വലിയൊരു രീതിയിലുള്ള റിയാക്ഷൻ ആണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് മുകളിലോട്ട് പോയിട്ട് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വീഴാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വീഴ്ച വരുന്ന സമയത്ത് നല്ലൊരു വീഴ്ചയാവണം. ഇതുപോലെയൊക്കെ വരുന്ന ഒരു വീഴ്ചയാവണം. ഒരു സിംഗിൾ ക്യാൻഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. എങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻ ബ്രേക്ക്ഔട്ട് ആവുള്ളൂ. ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ആയിട്ട് അടുത്ത ലെവലിലേക്ക്, ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തുള്ളൂ. ഇവിടെയും വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ലോയാണ്. സിങ്ങിന്റെ ലോയാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഒരു സിങ്ങിന്റെ ലോയ ഇവിടെയുണ്ട്. അതായത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലോയാണ്. സോ ബയേഴ്സിന്റെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വലിയൊരു വീഴ്ച ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടെ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് വീണ്ടും പോവാം. വീണാൽ പോലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിന് താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇതിന്റെ താഴെയായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബൈയിങ് സോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ നിൽക്കുന്ന ഒരു ബൈയിങ് സോൺ അല്ല. ഒരു ചെറിയ കൺഫർമേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ബൈയിങ് സോൺ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നല്ലതായി വർക്ക് ആവുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. ഈ ലെവലിന്റെ ഉള്ളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ നിന്ന് ഒരുപക്ഷെ താഴോട്ടേക്കും മുകളിലേക്കും ഇങ്ങനെ നിന്നിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ ബ്രേക്ക്ഔട്ടുകൾ കിട്ടണം. അങ്ങനെ വലിയ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ഫോളോ ത്രൂ ആയിട്ട് ട്രേഡുകൾ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.